ഹരേ കൃഷ്ണ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഇന്ന് നാരായണീയ 34-ാമത്തെ ദശകത്തിലെ 9-ാമത്തെ ശ്ലോകം നോക്കാം. തൻ്റെ 3 സഹോദരങ്ങളെയും രാമലക്ഷ്മണന്മാർ വധിച്ചപ്പോൾ ശൂർപ്പണഖ നേരെ പോകുന്നത് രാവണന്റെ അടുത്തേക്കാണ്. രാവണന്റെ അടുത്ത് പോയി സീതയുടെ സൗന്ദര്യമെല്ലാം വർണ്ണിച്ചുകൊണ്ട് രാവണന്റെ മനസ്സിലക്കി രാമന് സീതയെ വിവാഹം കഴിക്കണമെന്ന മോഹമുണ്ടാക്കുന്നു. അങ്ങനെ രാവണൻ മാരീചന്റെ അടുത്ത് പോയി സഹായത്തിനായി പ്രേരിപ്പിക്കുന്നു. മാരീചൻ മായാമൃഗത്തിന്റെ വേഷത്തിൽ രാമാശ്രമത്തിലെത്തുന്നതും സീതാപഹരണവുമെല്ലാമാണ് ഈ ഒരു ശ്ലോകത്തിൽ വിവരിച്ചിരിക്കുന്നത്. സോദര്യ പ്രോക്തവാർത്ത വിവശദശമുഖാദിഷ്ട മാരീച മായാസാരംഗം സാരസാക്ഷ്യ സ്പൃഹിതമനുഗതാഹ പ്രാവതീഹി ബാണഘാതം തന്മായാക്രന്ത നിർയാപിത ഭവതനുജാം രാവണഃ താം അഹാർഷീത് തേനഃ ആർത്തോ അപി തേനാർത്തോപി ത്വമന്തഃ കിമപി മുദമഥാ തദ്വധോപായ ലാഭാത്. തൻ്റെ സഹോദരങ്ങളായ ഖരദൂഷണ ത്രിശിരസ്സുകളും 10,000-ത്തിലധികം രാക്ഷസന്മാരും രാമലക്ഷ്മണന്മാരാൽ കൊല്ലപ്പെട്ടപ്പോൾ ശൂർപ്പണഖ നേരെ പോകുന്നത് തൻ്റെ മറ്റൊരു സഹോദരനായ രാവണന്റെ അടുത്തേക്കാണ്. ഇങ്ങനെ ശൂർപ്പണഖ പോയപ്പോൾ രാമായണത്തിൽ ശ്രീരാമൻ സീതയോട് മാത്രമായി ഒരു കാര്യം പറയുന്നുണ്ട്. ശ്രീരാമൻ പറയുന്നു, രാവണൻ വരാനുള്ള സമയമായി, മഹാലക്ഷ്മിയായ ഭവതി അഗ്നിയിൽ മറഞ്ഞിരിക്കണം, എന്നിട്ട് മായാസീതയായി ഇവിടെ നിൽക്കണം. പിന്നീട് നാം കാണുന്നത് ഈ മായാസീതയെയാണ്. അങ്ങനെ ശൂർപ്പണഖ രാവണന്റെ അടുത്ത് ചെന്ന് സീതയുടെ സൗന്ദര്യം കൂടുതൽ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. താൻ കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ സുന്ദരിയായ സീതയെ കണ്ടു. അങ്ങനെ ആ സീതയുടെ സൗന്ദര്യത്തെ വർണ്ണിച്ചുകൊണ്ട്, ഇത്രയും സുന്ദരിയായ ഒരു സ്ത്രീയെ ഞാൻ മുമ്പ് കണ്ടിട്ടേയില്ല, അതുകൊണ്ട് ആ സുന്ദരിയായ ആ സീതയെ ജ്യേഷ്ഠനായ അങ്ങ് വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നി സീതയെയും കൂട്ടിക്കൊണ്ടുവരാനായി ഞാൻ പുറപ്പെട്ടപ്പോഴാണ് രാമലക്ഷ്മണന്മാർ തന്നെ ഇങ്ങനെ ഉപദ്രവിച്ചത് എന്നൊക്കെയാണ് ശൂർപ്പണഖ രാവണനോട് പറയുന്നത്. തൻ്റെ അനുജത്തിയിൽ നിന്നും സീതയുടെ സൗന്ദര്യം വർണ്ണിച്ചു കേട്ടപ്പോൾ രാവണൻ കാമപരവശനായി. സീതയെ എങ്ങനെയെങ്കിലും തൻ്റെ ഭാര്യയാക്കണം എന്ന മോഹമുണ്ടായി. അങ്ങനെ തൻ്റെ സുഹൃത്തായ മാരീചനെ ചെന്ന് കണ്ട് മാരീചനോട് തൻ്റെ ആഗ്രഹം പറഞ്ഞ് തന്നെ ഇതിൽ സഹായിക്കാനായി മാരീചനെ പ്രേരിപ്പിക്കുകയാണ്. എന്നാൽ ശ്രീരാമനോട് നേരിട്ടപ്പോൾ ഉണ്ടായ അനുഭവം എന്താണെന്ന് മാരീചന് നന്നായി അറിയാം. തൻ്റെ അനുഭവമെല്ലാം രാവണനെ പറഞ്ഞ് ധരിപ്പിക്കാൻ ശ്രമിച്ച് ഈ ഒരു ഉദ്യമത്തിൽ നിന്നും രാവണനെ പിന്തിരിപ്പിക്കാൻ മാരീചൻ ശ്രമിച്ചു. എങ്കിലും രാവണൻ അതിൽ നിന്നും പിന്മാറിയില്ല. താൻ രാവണനെ അനുസരിച്ചില്ലെങ്കിൽ രാവണൻ തന്നെ വധിക്കുമെന്ന് മാരീചന് മനസ്സിലായി. അപ്പോൾ മാരീചൻ കരുതി, ദുഷ്ടനായ ഈ രാവണന്റെ കൈകൊണ്ട് മരിക്കുന്നതിലും ഭേദം ഭഗവാന്റെ കൈകൊണ്ട് മരിക്കുന്നതല്ലേ, തനിക്കതിനുള്ള സമയമായിരിക്കുന്നു, അതുകൊണ്ട് ഭഗവാന്റെ കൈകൊണ്ട് മരിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് മാരീചൻ ഒരു മായാമൃഗമായി രാമന്റെ ആശ്രമത്തിലെത്തുന്നത്. ഈ മായാമൃഗത്തെ, ഈ സ്വർണ്ണ നിറത്തിലുള്ള ഭംഗിയുള്ള മാനിനെ കണ്ട് മാരീചൻ കരുതിയതുപോലെ തന്നെ സീത ആ മായാമൃഗത്തിൽ ആകൃഷ്ടയായി. അങ്ങനെ ആ മാനിനെ വേണമെന്നുള്ള തൻ്റെ ആഗ്രഹം ശ്രീരാമനോട് പറയുന്നു. ശ്രീരാമൻ മാനിനെ പിന്തുടർന്നു പോയി മാനിനെ അമ്പ ചെയ്ത് വീഴ്ത്തുന്നു. മുറിവേറ്റ് വീഴുന്ന സമയത്ത് മാരീചൻ ഒരു കള്ളത്തരം കൂടി പ്രയോഗിക്കുന്നുണ്ട്. ഹാ ലക്ഷ്മണ എന്ന് ഉറക്കെ കരഞ്ഞുകൊണ്ടാണ് മാരീചൻ വീഴുന്നത്. മാരീചന്റെ കള്ളക്കരച്ചിൽ കേട്ടപ്പോൾ സീത ലക്ഷ്മണനോട് പറഞ്ഞു, ജ്യേഷ്ഠൻ എന്തോ ആപത്ത് സംഭവിച്ചിരിക്കുന്നു, പോയി അന്വേഷിച്ചിട്ട് വരൂ. അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, ജ്യേഷ്ഠന് ഒരിക്കലും ഒരു ആപത്തും സംഭവിക്കില്ല, അത് ഏതെങ്കിലും ഒരു അസുരന്റെ മായാപ്രയോഗമായിരിക്കും എന്നൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും സീത അതൊന്നും ചെവിക്കൊണ്ടില്ല. സീത വളരെ പരുഷമായിട്ടാണ് ലക്ഷ്മണനോട് സംസാരിക്കുന്നത്. ഇത് മായാസീതയായതുകൊണ്ടാണ് സീത ഇത്രയും പരുഷമായിട്ട് ലക്ഷ്മണനോട് സംസാരിക്കുന്നത്. ഒരു വിധത്തിൽ ലക്ഷ്മണനെ തള്ളി പറഞ്ഞയക്കുകയാണ് സീത. അങ്ങനെ ലക്ഷ്മണൻ പോയ സമയത്ത് രാവണൻ സന്യാസവേഷത്തിൽ വന്ന് സീതയെ കട്ടുകൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. രാമലക്ഷ്മണന്മാർ തിരികെ വന്നപ്പോൾ സീതയെ കാണാനില്ലാതെ അറിഞ്ഞ് ഒരു സാധാരണ മനുഷ്യനെ പോലെ ശ്രീരാമൻ ദുഃഖിക്കുന്നു. അല്ലയോ ഭഗവാനെ, സീതയെ കാണാതെ അങ്ങ് ദുഃഖിച്ചുവെങ്കിലും രാവണ നിഗ്രഹത്തിന് ഉപായം കൈവന്നതിൽ ഉള്ളുകൊണ്ട് സന്തോഷിക്കുകയല്ലേ ചെയ്തത് എന്നാണ് ഇവിടെ മേൽപ്പത്തൂർ പറഞ്ഞിരിക്കുന്നത്.
സോദര്യാ പ്രോക്തവാർത്താ വിവശദശമുഖാദിഷ്ടമാരീച മായാസാരംഗം സാരസാക്ഷ്യാ സ്പൃഹിതമനുഗതാ പ്രാവധീ ബാണഘാതം തന്മായാക്രന്ദ നിർയാപിത ഭവതനുജാം രാവണസ്താമഹർഷി തേനാർത്തോവി ത്വമന്ത കിമപി മുദമഥാ തദ്വധോപായലാഭാത്.